സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഒക്കെ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് തന്നെ ഞാനിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കിട്ടുകയും വേണം, എന്നാൽ ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി കിട്ടുകയും വേണം. രണ്ടും ഒരുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊന്നും ഒട്ടും കളയാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് ഇത് കുക്കാക്കി എടുത്തിട്ടുണ്ട്, എന്നാൽ ഇതിലൊട്ടും വെള്ളവും ഇല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അടിയിൽ കരിഞ്ഞൊന്നും പോവാതെ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു നല്ലൊരു ചൂടൊക്കെ മാറിയിട്ട് ഒന്ന് തണുത്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്ത് കിട്ടിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു തരികളൊന്നും കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മൈദ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദമാവ് ഉപയോഗിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണിൽ നിറച്ച് തന്നെ മൈദമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കണ്ട. ഇതേപോലെ കുറേശ്ശായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 2 സ്പൂണിൽ മൈദമാവ് എടുത്തിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നോക്കി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുറേശ്ശെയായിട്ട് പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ചെറിയൊരു നുള്ളി അളവിൽ മാത്രം നമുക്ക് ഇതേപോലെ മാവ് ഉരുട്ടി ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ചെറുവിരൽ ഉപയോഗിച്ചിട്ട് ഒരു കുഴി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടി ഇതേപോലെ എടുത്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് വരും. അതായത് ഒരു 3 മിനിറ്റെങ്കിലും നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അതേസമയം മൈദമാവായിരുന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതേപോലെ പൊങ്ങിക്കിടക്കും കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കോരി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടിന് കോരിയിട്ട് വെള്ളത്തിലോട്ട് പച്ചവെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് ഞാനിത് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരല്പം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവോളം സോയ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ
പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ആ ഒരു മാവ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവോളം ഏകദേശം അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോൾ അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മിക്സ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, എന്നാൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു നൂഡിൽസും അതും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ്. നമ്മൾ ഇതേപോലെ വീട്ടിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്ത എള്ളൊന്നും നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. Bye.